ഒരു മഴക്കാലത്തെ ഓർമ്മ. ഒരു മഴക്കാലത്തെ ഓർമ്മ. വയനാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് അജയ് താമസിച്ചിരുന്നത്. പച്ചപ്പും മലകളും നിറഞ്ഞ ആ ഗ്രാമം വളരെ ശാന്തമായിരുന്നു. അജയ് അവിടെ ഒരു ചെറിയ ചായക്കട നടത്തുകയായിരുന്നു. മഴക്കാലമെത്തിയാൽ ആ ഗ്രാമം അതിവിശേഷമായി മനോഹരമാകും. മലകളിലൂടെ മേഘങ്ങൾ ഒഴുകും, മഴത്തുള്ളികൾ പച്ച ഇലകളിൽ വീഴും. ഒരു ദിവസം മഴ ശക്തമായി പെയ്യുന്ന ഒരു സായാഹ്നത്തിൽ ഒരു പെൺകുട്ടി അജയുടെ ചായക്കടയിൽ കയറി. അവളുടെ പേര് നേഹ. അവൾ മുഴുവനായി മഴയിൽ നനഞ്ഞിരുന്നു. അജയ് ഉടനെ അവൾക്കൊരു ചൂട് ചായ കൊടുത്തു. നേഹ ചായ കുടിച്ചുകൊണ്ട് ചിരിച്ചു പറഞ്ഞു, "ഇത്ര തണുപ്പിൽ ഈ ചായ ഒരു വലിയ രക്ഷയാണ്." അതവരുടെ ആദ്യ സംഭാഷണമായിരുന്നു. നേഹ പറഞ്ഞു അവൾ ഒരു ട്രാവൽ റൈറ്ററാണെന്ന്. കേരളത്തിലെ മനോഹരമായ സ്ഥലങ്ങളെക്കുറിച്ച് എഴുതാൻ അവൾ ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അവൾ കുറച്ചു ദിവസങ്ങൾ ആ ഗ്രാമത്തിൽ തന്നെ താമസിച്ചു. ആ ദിവസങ്ങളിൽ അവൾ പലപ്പോഴും അജയുടെ ചായക്കടയിലെത്തി. ചായ കുടിക്കുകയും ഗ്രാമത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അജയ് അവളെ ഗ്രാമത്തിലെ പല മനോഹരമായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി. മലമുകളിലേക്ക്, ചെറിയ വെള്ളച്ചാട്ടങ്ങൾക്കരികിലേക്ക്. നേഹയ്ക്ക് ആ ഗ്രാമം വളരെ ഇഷ്ടമായി. ഒരു ദിവസം അവർ മലമുകളിൽ നിന്ന് മഴ കാണുകയായിരുന്നു. നേഹ പറഞ്ഞു, "ചില സ്ഥലങ്ങൾ മനസ്സിൽ എന്നും ഓർമ്മയായി നിൽക്കും." അജയ് ചിരിച്ചു പറഞ്ഞു, "ചില ആളുകളും അങ്ങനെ തന്നെ." നേഹ നിശബ്ദമായി അവനെ നോക്കി. ദിവസങ്ങൾ കടന്നുപോയി. അവസാനം നേഹയ്ക്ക് ആ ഗ്രാമം വിടേണ്ട ദിവസമെത്തി. അവൾ പോകുന്നതിനു മുൻപ് അജയോട് പറഞ്ഞു, "ഞാൻ ഒരു ദിവസം വീണ്ടും ഇവിടെ വരും." അജയ് ചിരിച്ചു, പക്ഷെ അവന്റെ മനസ്സിലൊരു ശൂന്യതയുണ്ടായി. വർഷങ്ങൾ കടന്നുപോയി. അജയുടെ ചായക്കട അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. ഒരു ദിവസം മഴ പെയ്യുന്ന സായാഹ്നത്തിൽ വീണ്ടും ഒരു പെൺകുട്ടി കടയിൽ കയറി. അജയ് തിരിഞ്ഞു നോക്കി. അത് നേഹയായിരുന്നു. അവൾ ചിരിച്ചു പറഞ്ഞു, "ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീണ്ടും വരുമെന്ന്." അജയ് ചിരിച്ചു. അവൻ മനസ്സിലാക്കി, ചില ഓർമ്മകൾ മഴ പോലെ വരും, പക്ഷേ ചില പ്രണയങ്ങൾ മഴക്കാലം കഴിഞ്ഞാലും എന്നും നിലനിൽക്കും. रात के 10:30 बज रहे थे. चांद समंदर पर हल्की रोशनी डाल रहा था और हवा में नमकीन खुशबू फैली हुई थी. माया साहिल पर खड़ी थी, चप्पल हाथ में. रेत ठंडी थी और दिल बेचैन. वो उस जगह आई थी जहां वो और हारून पहली बार मिले थे, पहली बार लड़े थे और पहली बार एक दूसरे से दूर भी हुए थे. लेकिन आज वो सिर्फ एक जवाब चाहती थी. तब अचानक पीछे से आहिस्ता आहिस्ता चलते कदमों की आवाज आई. माया ने पलट कर देखा. हारून. बारिश नहीं थी, तूफान नहीं था, बस दोनों के दिलों में अधूरापन का शोर था. माया, तुम वाकई चली जा रही थी? हारून की आवाज टूटी हुई थी. माया ने नजरें झुका ली. हाँ, हर रिश्ता बर्दाश्त के बाद खत्म हो जाता है और मैं थक गई हूं हारून. वो उसके बिल्कुल सामने आकर खड़ा हो गया. फासला इतना कि एक कदम बढ़ाकर छुआ जा सके, लेकिन उसने अभी छुआ नहीं. मैं तुम्हें रोकता नहीं था क्योंकि डरता था कि कहीं तुम कहो मुझे रहना नहीं. और आज? माया ने तल्ख मुस्कुराहट से पूछा. आज मैं डर भी नहीं रहा और अपनी गलती भी मान रहा हूं माया. मैं तुम्हारे बिना कुछ भी नहीं. मैं ठीक होना चाहता हूं तुम्हारे साथ. माया का दिल एक लम्हे को हल्का हुआ, लेकिन उसकी आंखों में अब भी शक था. हारून, तुम हमेशा ये कहते हो मगर दिखाते नहीं. उसने पहली बार आगे बढ़कर माया के हाथ दोनों हाथों में ले लिए, हल्की सी लर्जिश के साथ मगर बड़ी सच्चाई के साथ. तो आज दिखा देता हूं माया, तुम मेरी जरूरत नहीं, मेरी सलामती हो. मेरा दिल तुमसे जुड़ा है, चाहे मैंने कितनी ही गलतियां क्यों ना की हों. माया की पलकें लरस गई, दिल कमजोर पड़ने लगा. और अगर मैं वापस ना आई तो? हारून ने आहिस्ता से कहा. तो मैं यहीं, इसी साहिल पर हर रात आऊंगा, जब तक तुम वापस ना आ जाओ. माया हंस भी पड़ी और रो भी पड़ी. यही उसकी कमजोरी थी, हारून की सच्चाई. लेकिन देर से वो एक कदम आगे बढ़ी और उसके सीने से अपना माथा लगा दिया. न बहुत करीब, न बहुत दूर, बस इतना कि उसके दिल की धड़कन सुनाई दे. हारून ने उसे अपने बाजुओं में समेट लिया, नर्म, धीरे, जैसे वो कह रहा हो, अब कभी नहीं छोड़ूंगा. और चांदनी रात उन दोनों के बीच होने वाली इस मुख्तसर मगर शदीद वापसी की गवाह बन गई.